റിപ്പോർട്ട് ബ്രേക്കിംഗ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ വീണ്ടും ഗുരുതര കണ്ടെത്തലുമായി SIT. സ്വർണം പൂശാൻ പുറത്തുകൊണ്ട് പോകരുതെന്ന തിരുവാഭരണ കമ്മീഷൻ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ കത്ത് അവഗണിച്ചു. തിരുവാഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ക്ഷേത്രവളപ്പിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു സൂപ്രണ്ട് നൽകിയ കത്ത്. ദേവസ്വം മാനുവൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് 2024 ഒക്ടോബറിൽ കത്ത് നൽകി. അതേസമയം PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും. രണ്ടു പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ നീക്കം. AV ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ വീണ്ടും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രശാന്ത് ഈ ദ്വാരപാലക ശില്പപാളികളൊക്കെ ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് തിരുവാഭരണ കമ്മീഷണറുടെ എതിർപ്പ് മറികടന്നാണ് എന്നാണോ ജയശങ്കർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ സൂപ്രണ്ട് ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്തതെന്ന് കാണിച്ച് ദേവസ്വം സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. 2024 ഒക്ടോബറിലാണ് കത്ത് നൽകിയത്. ആദ്യഘട്ടത്തിൽ 2024 ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താൻ ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങിയത്. പിന്നീട് ഇതുമായി അംഗീകാരമായെങ്കിലും പിന്നീട് മകരവിളക്ക് തിരക്ക് വന്നതിനാൽ അന്ന് അത് മാറ്റിവെക്കുകയും 2025 പിന്നീട് ഇത് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ 2024 ഒക്ടോബറിലാണ് അന്ന് തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയത്. ഒരു കാരണവശാലും ഈ പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്തരുത് എന്നാണ് അദ്ദേഹം ആ റിപ്പോർട്ടിൽ വിശദമായി എഴുതിയത്. ഒപ്പം തന്നെ ഈ എല്ലാ അറ്റകുറ്റപ്പണികളും ക്ഷേത്രമുറ്റത്ത് സന്നിധാനത്ത് തന്നെ നടത്തണമെന്ന ആ റിപ്പോർട്ടിൽ കൃത്യമായി ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ദേവസ്വം മാനുവൽ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട്, അതിലെ വകുപ്പുകൾ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത് കൊണ്ടുപോകാൻ പാടില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ച് വിശദമായൊരു റിപ്പോർട്ടാണ് അന്നത്തെ സൂപ്രണ്ട് നൽകിയത്. പക്ഷേ ആ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് തള്ളുകയും പിന്നീട് 2024 തന്നെ ഇത് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തു. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മകരവിളക്ക് തിരക്ക് വന്നതിനാൽ ആ കാര്യം നടപ്പിലായില്ല. പിന്നീട് തിരുവാഭരണം കമ്മീഷണർ റിജിലാൽ എത്തുകയും അദ്ദേഹവും സമാനമായ രീതിയിൽ ചെന്നൈയിൽ ഇത് കൊണ്ടുപോകുന്നതിനെ എതിർത്തു. പക്ഷെ പിന്നീട് ഈ തിരുവാഭരണം കമ്മീഷണറെ ഇതിന് അനുകൂല തീരുമാനമെടുക്കാൻ PS പ്രശാന്ത് ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം ഈ വ്യാജ കരാർ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിന് വഴങ്ങിയത്. ആദ്യഘട്ടത്തിൽ എതിർത്ത തിരുവാഭരണം കമ്മീഷനാണ് പിന്നീട് വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ തന്നെ SIT പറയുന്നതാണ്. SIT ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളൊക്കെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 2025 ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രേഖകൾ സംബന്ധിച്ച് വിശദമായ പരിശോധന SITയുടെ ഭാഗത്തുനിന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. PS പ്രശാന്ത് പറഞ്ഞ പോലെയൊന്നുമല്ല SIT ഇതുമായി ബന്ധപ്പെട്ട് 2025 ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അന്നും സ്വർണം അപഹരിച്ചു എന്ന് പറയുന്നു. ഇന്നെന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയിൽ PS പ്രശാന്ത്, അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകും. നാളെ ആയിരിക്കും കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. ഒരു ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമായിരിക്കാം SIT ഉന്നയിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുണ്ട് എന്നാണ് SITയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോടതിയിൽ കേസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ തെളിവ് വേണം. നമുക്ക് മനസ്സിലായിടത്തോളം PS പ്രശാന്തിനെതിരെ ഈ സൂപ്പർവൈസറി ലാബ്സ് എന്ന് പറയുന്നത് ഒഴിച്ച് മറ്റൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.